ഹലോ ഗൈസ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ കാലത്തിന് ശേഷമാണ് വീട്ടിൽ നിന്ന് കുട്ടൻ്റെ ഇവിടെ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഞങ്ങളുടെ പുതിയ അതിഥി ഞങ്ങളുടെ കുഞ്ഞപ്പനിവിടെ ഫസ്റ്റ് ഞങ്ങൾ പുറത്ത് പോട്ടോ. ഞങ്ങൾ കറങ്ങാൻ പോവാ. പിന്നെ കല്ലുണ്ട് കേട്ടോ എൻ്റെ കുഞ്ഞിപ്പങ്ങൾ. അപ്പം ഞങ്ങളിന്ന് പറഞ്ഞു. പിന്നെ കുട്ടൻ എന്ന് പറഞ്ഞാരാ? കുട്ടനാടാ അല്ലാതെ. അപ്പം ഞങ്ങൾക്ക് ഇന്നലെ കൊച്ചിന് മാമോദീസയും കുഞ്ഞാപ്പിയുടെ പിറന്നാളൊക്കെ ആയിരുന്നു. അപ്പോൾ കുറേ ഗിഫ്റ്റ് കിട്ടിയായിരുന്നു. അപ്പോൾ അതിനകത്തൊരു സൈക്കിൾ കൊടുത്തൊരു വണ്ടിയില്ല, അത് 2-3 ഒരേ സെയിം സാധനം കിട്ടി. അപ്പോൾ ഞങ്ങൾ എന്നാൽ 2 മാറ്റിക്കൂടെ? അപ്പോൾ ഞങ്ങൾ അതിലൊരെണ്ണം ചേഞ്ച് ചെയ്യാൻ പോട്ടോ. കാരണം അത്രയും ഒരേ വണ്ടി ഇവിടെ വെച്ചിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ഞങ്ങൾക്ക് പറ്റിയ കുഞ്ഞപ്പനൊരു തൊട്ടിൽ മേടിക്കണം അല്ലേ? എനിക്ക് തൊട്ടിൽ വേണോ? തൊട്ടിൽ വേണോ നിങ്ങൾക്ക്? അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി കേട്ടോ പോണേ. പോവാ, കയറിയോ? നീ വേണം വ്ലോഗ് എടുക്കാൻ. അപ്പൊ പോവാ പോഞ്ഞപ്പാ ബെൽറ്റ് കൂട്ടാ. ഇവളുടെ കൊടുക്കോ? മണിയാണോ? നമ്മുടെ കുഞ്ഞു മണിയാണോ? നമ്മുടെ മോളാണോ? നമ്മുടെ കിങ്ങിരി മണിയാണോ? ശരിക്കും നീ കൊച്ചിനെ പിടിച്ച് ഫ്രണ്ടിലിരിക്കാൻ പാടില്ല, ബാക്ക് സീറ്റാണ് ഇരിക്കേണ്ടത്. പിടിക്ക്, വേഗം പിടിക്കുക, പെടേന്ന് കിടന്നിട്ട്. അപ്പോ പോവാ. ഇറങ്ങിയുള്ളൂ, രാവിലെ ബ്ലോക്കാട്ടോ. ഇപ്പൊ വെക്കേഷനൊക്കെ തീരാറായോണ്ടേ വയനാട് നല്ല റഷാ. ഷൂ ഒന്നും വേണ്ട കൊച്ചിന്. അതിനെന്തിനാ ഷൂ? നടന്നല്ലേ പോണേ. എടി ആയിട്ടുള്ള ഇറിറ്റേഷൻ ആയിരിക്കും ഷൂ ഒക്കെ. അല്ല പുരടി ഒന്ന് ചീത്ത പറയും, മനസ്സിലാവില്ല. ഈ വീഡിയോ കണ്ട അയാൾക്ക് മാത്രമേ മനസ്സിലുള്ളൂ നമ്മൾ ആരെയാണ് ഉദ്ദേശിച്ചത്. ഈ വീഡിയോ കാണുമ്പോൾ എന്നെ വിളിക്കുന്ന അറിയാറേ. പോയിട്ടുണ്ടാവും അവര്. ഉണ്ടോ? അതാണ് ഫുൾ ബ്ലോ. കുട്ടങ്ങനുണ്ട്. ഞങ്ങൾ ഇട്ട മാങ്ങ കഴിക്കാൻ നിർത്തി കേട്ടോ. ഓ നീ നോക്കടി. കുളി നോക്കി, ഇതും കൂടി വെച്ച് ഫില്ലേ. വേണ്ട തീപ്പൊരിയല്ലേ? ഇരുന്ന് തൂറ മഴയാട്ടെ, ചുണ്ടെത്താനായുള്ളൂ. കുഞ്ഞപ്പിന്റെ ആദ്യത്തെ ട്രിപ്പ് ഫുൾ മഴയാണല്ലോ. ആണോ? ഭയങ്കര ഉറക്കാ. ഫുൾ ലുക്കായിട്ട് ഇറങ്ങിയേക്കാ. ഞങ്ങളങ്ങനെ നമുക്ക് സാധനം മാറ്റാനുള്ള ഷോപ്പിലെത്തിട്ടോ. ഇവിടെ നിന്നാണ് നമുക്ക് ആ സൈക്കിള് മാറ്റിയെടുക്കേണ്ടത്. കിഡ് ഓഫ്, ഇത് വയനാട്ടിൽ പുതിയതായിട്ട് തുടങ്ങിയതാണ്. 4 ഫ്ലോറിൽ മൊത്തം കിഡ്സിൻ്റെ ഐറ്റംസ്. അല്ല കയറിയിട്ടില്ല ഇവിടെ? പുതിയതാ, നല്ല പാർക്കിങ്ങും. ഞാൻ ഇറങ്ങിയിട്ട് നോക്കി. പൊങ്ങാണോ? കൊടം കൊണ്ട് വരികയെന്ന്. നമ്മളെ ഷോപ്പിൽ കയറിട്ടോ. ഏന് ഇതോ? അല്ല അതിനെന്താ വില? അല്ല അവിടെ ഓൾറെഡി ഇങ്ങനത്തെ 2 സൈക്കിളില്ലേ? ഇപ്പോഴും ഒരു ചെറുതും വലുതും വേറെ ഇല്ലേ?
അല്ല അതേപോലത്തെ. പക്ഷെ അതെന്ന് വെച്ചാൽ അവിടെ ഇത് വെയിറ്റ് കൂടിയ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. കുറച്ചും കൂടെ വലുതായിട്ട് ഉപയോഗിക്കാം. മറ്റേത് വലുതായിട്ട് വെയിറ്റ് കൂടും. പക്ഷെ അത് അപ്പം മേടിച്ചാ പോരാ എന്നാല്. ഒരു വയസ്സായിട്ടില്ല. ഇതിനൊക്കെ എന്താ റേറ്റ് വരുന്നത്? അത്യാവശ്യം റേറ്റ് ഉണ്ടാവൂലേ? മറ്റേതോ നമ്മളിപ്പോൾ എക്സ്ചേഞ്ചിന് അത് 1700 സംതിങ്. ഓൾമോസ്റ്റ് സെയിം റേറ്റാ ആണോ? അങ്ങനത്തെ ഒന്നും ഇല്ലേ ഇപ്പൊ നമുക്ക്? അത് വേറെ മോഡൽ തന്നെയല്ലേ? ഇത് വേറെ. എനിക്ക് ഞാനേ ചിറ്റാനെ ഒന്ന് വീഡിയോ കോൾ ചെയ്യട്ടെ. ഒരു മിനിറ്റ് ഒന്ന് ചോദിച്ചോട്ടെ വീഡിയോ കോൾ ചെയ്തിട്ട്. ആ പിന്നെന്താ വെച്ചാൽ ഈ മറ്റേ സൈക്കിളൊന്നും ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റില്ല. 2 to 3 ഇയർ ആകുമ്പോഴേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ എന്നാൽ നോക്കിയിട്ട് പറയും. ഞാൻ ഫോട്ടോ അയച്ചു തരാം ഏതാ വേണ്ടതെന്ന്. ആ വേഗം പറ. നിൻ്റെ അഭിപ്രായത്തിൽ ഇതാണോ നല്ലത്, ഈ ഓറഞ്ചാണോ നല്ലത്? ഈ ഓറഞ്ച് അത് 1000 സംതിങ് അല്ലേ? ഓൾമോസ്റ്റ് സെയിം റേറ്റ് അല്ലേ നമ്മൾ എക്സ്ചേഞ്ചിനുണ്ടെന്ന്? പിന്നെ ഇത് അല്ലേ, ഇതും സെയിം റേറ്റ്. ഇത് 1899. ഏത്? പക്ഷെ ഇങ്ങനത്തെ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. കാരണം അവൾക്ക് ഇപ്പം ഉണ്ട് ഇങ്ങനത്തെ. നമ്മൾ ഇത് അവളെ കൊണ്ട് ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ചവിട്ടുന്നതാകുമ്പോൾ കുറച്ചും കൂടി. കാരണം ശരിക്കും ഇപ്പം മേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പം 3-4 അവിടെ ഇരിക്കല്ലേ, ആ സമയം മേടിച്ചാൽ മതി. പക്ഷെ എന്തായാലും ഗിഫ്റ്റ് കിട്ടിയത് മാറ്റി മേടിക്കല്ലേ. അപ്പോൾ നമ്മൾ എടുത്ത ഇതാട്ടോ, ഇതാണ് നമ്മളെടുത്ത. ഓക്കെ, സെക്കൻഡ് ഫ്ലോർ അല്ലേ? ലിഫ്റ്റ് ഇവിടെ അല്ലേ? ഏത് ഇന്നത്തെ വ്ലോഗ് കാണാൻ പറയൂ. ഓയ് നോ മാറിപ്പേസ്. അത് ഓൾറെഡി മുകളിലേക്ക് നിൽക്കി. നമുക്ക് ഇവിടുന്ന് മുകളിലേക്ക് കയറണ്ടേ? പൊട്ടാണോ കഴിച്ച് ഇവിടെ പല്ലിച്ച് ക്ലിപ്പ് ചെയ്യാൻ കണ്ടിട്ടോ? അറിയോ? ആ മോളല്ലേ ക്ലിപ്പ് ഇട്ടിട്ട് ഇപ്പൊ അടുത്തിട്ട് ആണോ? ഇവിടെ എന്ത് പരിപാടി? ചേട്ടൻ്റെ ആണോ? വൈത്തിരിയാ? അമ്മേൻ്റെ മമ്മീൻ്റെ ലിഫ്റ്റ് വന്നു. ഇപ്പം നമ്മൾ ലിഫ്റ്റ് കയറ്റം. നമുക്ക് തൊട്ടിൽ നോക്കണം. നമ്മൾ ചിലപ്പോഴേ മേടിക്കുള്ളൂ. പക്ഷെ നമുക്ക് നോക്കി വെക്കാം. ഇവിടെ നിനക്ക് എവിടെ പോയാലും ഫാൻസ് ആണല്ലോ. നമ്മുടെ ടുങ്കുരിന്റെ മുഖം കാണിട്ട് ഞാൻ പാല് കുടിച്ചോറുന്ന സ്വന്തം സ്വപ്നത്തിന് പാല് കുടിയാ. ഞാൻ 2 വെക്ക്. അപ്പൊ ആരെങ്കിലും വേറെ അവസാനം ഇവിടുത്തെ സെക്കൻഡ് ഫ്ലോറിൽ എത്തിയിട്ടോ. നമുക്ക് തൊട്ടിൽ കൂടെ എല്ലാ സെലക്ഷനും ഉണ്ട് കേട്ടോ. കൽപ്പറ്റ ബൈപ്പാസിലാട്ടോ ഈ ഷോപ്പ് വരുന്നത്. ചേട്ടാ തൊട്ടിൽ നോക്കാൻ വേണ്ടിട്ടോ. ഇതൊക്കെ എങ്ങനെ റേറ്റ് വരുന്നത്? ഇത് സ്റ്റാർട്ടിങ് റേറ്റാ? 2 സംതിങ്ങിൻ്റെ ഏതാ? നീ വരുന്നില്ലേ? നീ ഇവിടെ കിടന്നോ? അവിടെ 5-6 തൊട്ടിലുണ്ട്. മാറി മാറി കിടക്ക. നീ ഇവിടെ കൂടിക്കോ. ഞാൻ പോട്ടെ ഞാന് അത് സംഭവം ഇഷ്ടായിട്ടോ. എല്ലാ തൊട്ടിലും 5-5 മിനിറ്റ് കിടന്ന് മുതലാക്കിയിട്ട് നമ്മൾ മേടിക്കാണ്ട് പോകും. ടാറ്റ. ഇത് ഇട്ടോ കുഴപ്പമില്ല. നമ്മൾ മേടിച്ച് തൊട്ടിലനുസരിച്ച്
ഡാഡി സ്നേഹം കണ്ടോ? ഡാഡിന്റെ അടുത്ത് സെറ്റായി അങ്ങനെ. ഞങ്ങൾ സെറ്റാ, ഞങ്ങൾ വൻ കമ്പനിയാണ്. ഞങ്ങൾ സെറ്റാ. അയ്യോ ഞാൻ നമ്മുടെ വണ്ടി എവിടെ നോക്കാം. അത് ഇവിടെ വെച്ചോ. നമ്മളപ്പോ പുൽക്കൂട് മേടിച്ചു, തൊട്ടിലൊക്കെ മേടിച്ച് നേരെ തൊട്ടടുത്ത ആൾട്ടറിയും. അപ്പോൾ അവർക്ക് മന്തി കഴിക്കണം എന്ന് മന്തി കഴിക്കാൻ വന്നാ. മന്തി കഴിച്ചിട്ട് വേണം ബാക്കി പരിപാടി. അൽഫാം മന്തി ഓർഡർ ചെയ്തിട്ടുണ്ട്. കുട്ടത്ര രാത്രി പ്രാവശ്യം മന്തി കഴിക്കാൻ ഉണ്ടല്ലോ തന്നെ. അപ്പൊ നമ്മൾ എവിടെ ഇരിക്കണേന്ന് വെച്ചാൽ ആർക്കും മനസ്സിലാവില്ലല്ലേ. ഈ മറ്റേ എസ്പാറിലൊക്കെ മന്ത്രവാടിയൊക്കെ നോക്കാൻ പോയിരിക്കൂലേ. പക്ഷെ സംഭവം അതല്ല, അറബിക് ക്യൂസിൻ അൽഡ്രീമിൽ നമ്മൾ മന്തി കഴിക്കാൻ വന്നിരിക്കുകയാണ്. അൽഡ്രീമിൽ കിടക്കാനോ കുഴിമന്തി കഴിക്കാന്? ഏതല്ലേ അല്ല കൊച്ചിനെ കടത്ത, ഞാൻ അതുകൊണ്ടാ മുകളിലേക്ക് കയറിയ. കൊച്ചിനെയും കടത്താലോ. എടി ഒരു ഫുൾ മട്ടനൊക്കെ കൊണ്ടേക്കുമ്പോ നല്ല രസമല്ലേ എല്ലാരും കൂടി. ഓ ഏ അൽഫാം മന്തി ഉണ്ട് കേട്ടോ. ഓ ഏ പ്ലേറ്റ് പിടിച്ചോ. വീഡിയോ എടുത്ത് ഞാൻ വളർത്തില്ല. അയ്യോ ഇത് എന്നെ കാണുന്നത് ഇങ്ങനെ വന്നു. പൂപ്പിക്ക് വേണ്ട, പൂപ്പിക്ക് കൊണ്ട് ഒരു പീസ് മതി. കാരണം ഇവിടെ കുറച്ച് കഴിക്കുള്ളൂ. ഞാനിട്ടോ മതി 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 മതി. മണം നോക്കി നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് കിടക്ക് കാണിച്ചു കൊടുത്തേ. കുഞ്ഞിപ്പെണ്ണിനെ ഉറക്കിക്കെടുത്തിട്ട് ഇവര് ഫുഡ് അടിക്കാണ് ഗൈസ്. ഉറക്കല്ലേ എണീറ്റ് കിടക്കുക. കുഞ്ഞിപ്പെണ്ണല്ല, മണമൊക്കെ ഇങ്ങനെ മണത്തൊക്കെ ഉണ്ട്. എവിടുന്ന ഒരു പ്രത്യേക മണം. മോനെ ഓ ചവിട്ടില്ലേ താഴെ ഇരുന്നാ ഒരു വളമിത്തരുത്. ഇപ്പൊ ഞങ്ങൾക്ക് മേടിച്ചെന്ന് ഞാൻ പണിയെടുത്ത് എന്തൊരു കഷ്ടം. മേഡം മൈനസ് ഇട്ടോളൂ ഇട്ടോളൂ. ആ മതി മതി മതി. അൽഡ്രീമിലെ മന്തി എപ്പോഴും അത് കയ്യിലുണ്ടെന്നുള്ള ഓർമ്മ വേണം. ഒന്ന് കഴിക്കാൻ സമ്മതിക്കും. നീ ഓഫ് ചെയ്തോ? അതെയോ? കോപ്പി എടുക്കുന്നൊക്കെ കട്ട് പണ്ട് പണ്ട് ചെമ്പെന്ന് കട്ടെടുക്കുന്ന ഓർമ്മ വരുന്നത്. നമ്മള് ജെനുവിൻ അഭിപ്രായം പറ. എങ്ങനെ ഉണ്ടായിരുന്നു ഇത് കുഴിമന്തി? അടിപൊളി കിട്ടിയില്ലല്ലേ? കൂട്ടങ്ങളുണ്ട്. അപ്പൊ ആ കൊച്ചിന് കിടക്കൊന്ന് കത്തണേ. ഉണ്ടോ അൽഫാമൊക്കെ ഓവർ സ്പൈസി അല്ല, നല്ല കുക്കായി. അൽഫാമിന് മസാല എനിക്ക് ഇഷ്ടമായി. ഓവർ മസാലയല്ല. നമ്മളിത് ഒരു കഷ്ണം അൽഫാം, കൂടി ഇച്ചിരി മയണൈസ്, കുറ്റമാല ചട്നി, ചുമളക് ചമ്മന്തി എടുത്തിട്ട് കിടിലൻ മന്തി. നാട്ടിൽ എറണാകുളത്ത് നിന്നൊക്കെ കഴിക്കുന്ന ആ ടേസ്റ്റ് തന്നെ കേട്ടോ. ഇത്ര ദൂരം വന്നിട്ട് ടേസ്റ്റ് മാറിയിട്ടില്ല. അപ്പം ഞങ്ങൾ ഫുഡ് ഫിനിഷ് ചെയ്യട്ടെ. മന്തിയൊക്കെ കഴിച്ച് മലമ്പാമ്പ് വരെ വിഴുങ്ങി പോലെ ഇരിക്കുന്ന കല്ലൂനെയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ പറയല്ലേ, മിണ്ടൂല, കൂട്ടില്ല ഞാൻ. വയ്യട്ടോ. കുട്ടൻ പിന്നെ നേരത്തെ കഴിച്ചു കഴിഞ്ഞു. കുഞ്ഞപ്പൻ സഹകരിച്ചു നല്ല രീതിയിൽ. ഇത് ആദ്യത്തെ പ്രാവശ്യമായിട്ട് ക്ഷമിച്ചു. ഇനി ആവർത്തിക്കരുതെന്നാണ് കുട്ടനോട് പറഞ്ഞേക്കണേ. അപ്പം ഞങ്ങൾ ഇനി ഇറങ്ങാം കേട്ടോ ഇവിടുന്ന്. അപ്പം എല്ലാവരും നമ്മൾ ഇട്ടൊക്കെ വന്നിരിക്കും അങ്ങനത്തെ യാത്ര ചെയ്തു. ഞങ്ങൾ ഫുഡ് കഴിച്ചിറങ്ങി. അപ്പോൾ ഇവർക്ക് എന്തായാലും ടീഷർട്ടൊക്കെ മേടിക്കാൻ കേട്ടോ. അതിൻ്റെ കൂടെ ECBയിൽ വന്ന
പാർക്കിംഗ് നിന്ന് നടന്നുകൊണ്ടിരിക്കുക. ഫുഡ് കഴിച്ചിട്ട് വയ്യ കുട്ട. ഫൈനലി നമ്മൾ ഏറ്റവും പോസിറ്റീവ് പരിപാടിയിലേക്ക് കടന്നിരിക്കുകയാണ്. പെൺപിള്ളേരുടെ കൂടെ ഷോപ്പിംഗ് ഒന്നുമില്ല, 1-2 ഇവർക്ക് വീട്ടിലിടാൻ കുറച്ച് ടീഷർട്ടും കാര്യങ്ങളും മേടിക്കാനായിട്ടോ. അതുകൊണ്ട് ഇറങ്ങിയത്. അപ്പോൾ കല്ലൂരിനൊരു ഡ്രസ്സ് നോക്കിയിട്ടുണ്ട്, അവിടെ അത് ട്രയൽ ചെയ്യാൻ വേണ്ടി പോയി. എവിടെ ഉണ്ട് കുഞ്ഞപ്പൻ? എനിക്ക് എന്തെങ്കിലും വേണോ? ഏറ്റവും ഉടുപ്പാൻ എനിക്ക്, ഏറ്റവും ഉടുപ്പാൻ എനിക്ക്. അങ്ങനെ നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞില്ലേ? 1 മണിക്കൂർ കൊണ്ട് വരെ ഇറങ്ങിയത് ഞങ്ങള്. ജസ്റ്റ് 1 hour. ആണോ? 3:30 എന്തായി തോന്നണേ. അപ്പൊ ഞങ്ങൾ തിരിച്ചു വിടും, പെട്രോൾ പമ്പിൽ കയറുക. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിട്ടോ. വീട്ടിലെത്തി അമ്പിടിച്ചുമ്പിടി മഞ്ഞാണോ. പിന്നെ നമുക്ക് തൊട്ടിലുണ്ടാക്കിയിട്ട് തൊട്ടിൽ നിന്നെ കിടത്തിയിട്ട് വീഡിയോ അതിൻ്റെ വിശിലടിച്ച് ഇപ്പൊ വരാം. അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങളുടെ തൊട്ടിൽ കിടത്തിയില്ലോ. തൊട്ടിലേക്ക് എന്നോ സൂപ്പറാണോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ വീഡിയോ അതിൻ്റെ പേര് വിട്ടാ. ടാറ്റ പറഞ്ഞോ.